ാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൂട്ടിക്കൊടുപ്പിന്റെ ഒരു മാധ്യമ പ്രവർത്തനം നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുകയാണ്. ഇവര് വളരെ വ്യക്തമായ അജണ്ടകളോട് കൂടി പിണറായി വിജയന്റെ PR ഏജൻസികളായി മാറിക്കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെയും പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ അംഗങ്ങളെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് അവർക്കിടയിൽ എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അവരൊക്കെ വലിയ മോശക്കാരാക്കിക്കൊണ്ടുള്ള ഒരു ചിത്രീകരണം നടത്തിക്കൊണ്ട് ഈ പറയുന്ന പിണറായി വിജയന്റെ തോൽവികളെയും ഭൂലോക പരാജയമായിട്ടുള്ള പിണറായി വിജയന്റെ വീഴ്ചകളെയും ഒക്കെ മറച്ചു പിടിക്കാൻ വേണ്ടി പിണറായി വിജയനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഒരു കൂട്ടിക്കൊടുപ്പിന്റെ കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ തന്നെയാണോ മാധ്യമ പ്രവർത്തനം? ഇതാണോ ശരിക്കുമുള്ള ഒരു മാധ്യമ ധർമ്മം എന്ന് പറയുന്നത്? ഇതാണോ എന്ന് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് മുഖത്തോട് മുഖം നോക്കി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതല്ല ഇതിന്റെ രീതി എന്ന് അവർക്കും അറിയാം, ഇത് കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അറിയാം. ജനം എല്ലാം വിലയിരുത്തുന്നുണ്ട്, ചിലരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. എസ്പെഷ്യലി ഇങ്ങനെ പണ്ട് നമ്മളെ സിനിമയിൽ ശങ്കരാടി പറയുന്നുണ്ടല്ലോ, കൊള്ളാവുന്ന ചെറുപ്പക്കാർ, കഴിവുള്ള പ്രാപ്തിയുള്ള ചെറുപ്പക്കാരെ പ്രതിപക്ഷത്ത് നമ്മൾ കണ്ടെങ്കിൽ അവരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് പെണ്ണ് കേസിൽ കൊടുക്കുക, അവർക്കെതിരെ ഇത്തരത്തിൽ പുകപടലങ്ങൾ സൃഷ്ടിക്കുക, പുകമറകൾ സൃഷ്ടിക്കുക, അവരെ ഇങ്ങനെ ഒരു സംശയത്തിന്റെ മുനയിൽ നിർത്തുക, എന്നിട്ട് അവരെ തമ്മിൽ തല്ലിക്കുക. ഇതൊക്കെ ശങ്കരാടി പണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതേ രീതിയാണ് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന രാജാവായിട്ടുള്ള പിണറായി വിജയന്റെ അടിമകൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന PR ഏജൻസികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ. ആ തെമ്മാടിത്തരങ്ങൾക്കുള്ള മറുപടി ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, ജനങ്ങൾ വിധി എഴുതും, ജനങ്ങൾ അത് കാണിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക്